ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വഴുതനങ്ങ തോരനാണ് വെക്കാൻ പോകുന്നത്. ആ കാഴ്ചയിലേക്ക് പോകാം. വായോ വീഡിയോയിലേക്ക്. അതിനായിട്ട് ഞാൻ കുറച്ച് വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. ഇതിനിയും അരിഞ്ഞെടുക്കണം. ഇത് വെള്ളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഇത് കറയുള്ളതുകൊണ്ട് ഇത് കറുത്ത കളറാകും. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. കുറച്ച് ചുവന്നുള്ളി പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞെടുക്കണം. വഴുതനങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് തോരൻ വെക്കാം. ചൂടായി വരുമ്പം എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോഴത്തേന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. വഴുതനങ്ങയും ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വേകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിരുമിയ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ചിരുന്ന് വേകട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വഴുതനങ്ങി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അധികം വെള്ളം ഒഴിക്കണം, കാരണം ഇത് ആവിയിൽ നിന്ന് തന്നെ ഇരുന്ന് വേകുന്ന കുഴങ്ങിയും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. ഏകദേശം വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തേങ്ങ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ്. ഇടയ്ക്ക് ഇങ്ങനെ 3-4 വഴുതനങ്ങ കിട്ടാറുണ്ട്. അപ്പം അതേതുപോലെ പറിച്ച് തോരനോ തീയലോ ഒക്കെ വെക്കാറുണ്ട്. ഇന്ന് ഞാൻ പിന്നെ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ഇന്ന് തീയലാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനത്തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിരിക്കും. ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് ഒരു തോരനാണ്. ഇടയ്ക്ക് നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പുതിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.